ഹലോ ഡിയേഴ്സ്, ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിലെ 30ാമത്തെ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്നുള്ള ഭാഗമാണ്. ഇതിനകത്ത് പല ഗ്രാമർ എലമെന്റ്സ് കയറി വരുന്നുണ്ട്. അത് നമ്മളൊന്ന് നോക്കാനായിട്ട് പോവാണ്. ആദ്യം ചോദ്യം നമുക്കൊന്ന് വായിക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സലിം അലി ആൻഡ് ബാരൻ ഒമർ റോൾഫ് ആഫ്റ്റർ ദെയർ എൻകൗണ്ടർ വിത്ത് ദ ടസ്കർ. ഏത് പാഠവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്? ഇത് ട്രിൽസ് ആൻഡ് ത്രിൽസ് എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ. സലിം അലിയും ബാരൻ ഒമർ റോൾഫും കൂടെ കാട്ടിലേക്ക് പോകുന്നുണ്ട് ബേർഡ് വാച്ചിങ്ങിനായിട്ട്. ആ വഴി അപ്പോൾ ആര് വരുന്നു? ഒരു ടസ്കർ, ഒരു കൊമ്പൻ വരുന്നു. അവർ തിരിഞ്ഞോടുന്ന ഒരു സംഭവമുണ്ടല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. സലിം അലി പറയുന്നു, ഒമർ ദാറ്റ് വാസ് ക്വയറ്റ് എ റൺ. ഒമർ, അത് നല്ലൊരു ഓട്ടമായിരുന്നു. യു റാൻ വിത്ത് ദി എജിലിറ്റി ഓഫ് എ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ പറഞ്ഞേക്കുന്നത് യു റാൻ വിത്ത് ദി എജിലിറ്റി ഓഫ് എ കാറ്റ്. നീ ഓടിയത് ഒരു പൂച്ചയുടെ മെയ് വഴക്കത്തോടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് അർത്ഥമൊന്നുമല്ല നമ്മുടെ വിഷയം. ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം ഇതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്സിലിയറി വെർബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലിയറി വെർബ്. ഇവിടെ നോക്കി, ഓക്സിലിയറി വെർബ് ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെ ഓക്സിലിയറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ വെർബ് നോക്കുക. ഇവിടുത്തെ വെർബ് ഏതാണ്? റാൻ ആണ്. ഇവിടുത്തെ വെർബ് റാൻ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് ഇത് V1 ആണോ V2 ആണോ എന്നുള്ളതാണ്. റാൻ എന്ന് പറയുന്നത് V2 ആണ്. അങ്ങനെ V2 ആണ് തന്നിരിക്കുന്ന വെർബെങ്കിൽ അവിടെയുള്ള ഓക്സിലിയറി വെർബ് ഡിഡ് ആയിരിക്കും. അപ്പോൾ ഓക്സിലിയറി വെർബ് നമുക്ക് കിട്ടി, ഡിഡ്. അത് നമ്മൾ നേരെ എടുത്തെഴുതുക. അത് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നോയോ നോട്ടോ പോലെയുള്ള നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നെഗറ്റീവ് വേർഡ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തപ്പോൾ ഇൻഡ് എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡിഡിൻഡ് എന്നായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ജക്റ്റ് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? യു ആണ്. അപ്പോൾ ടാഗ് എന്ത് വരും? ഡിഡിൻഡ് യു എന്ന് വരും. ഇതാണ് എയുടെ ആൻസർ. ഇനി നമുക്ക് ഒമർ റോൾഫിന്റെ റിപ്ലൈ നോക്കാം, മറുപടി നോക്കാം. ഒമർ റോൾഫ് പറയുന്നു, യെസ് ഐ ഡിഡ്. അതെ, ഞാൻ നല്ല ഓട്ടമായിരുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നു. എന്നിട്ട് നോക്കിയേ, ഒരു ഡാഷ്, ഫുൾ ഡാഷ് കൊടുത്തിരിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ആ ക്വസ്റ്റ്യൻ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി എന്താണ് താഴെ തന്നിരിക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കുക. സലിം അലി പറയുന്ന മറുപടി ഇതാണ്. ഇറ്റ് വാസ് എ ഹ്യൂജ് ടസ്കർ കമ്മിങ് ഡൗൺ ദ സെയിം നാരോ ട്രെയിൽ. നമ്മൾ പോയ അതേ വഴി കൂടെ വരുന്നത് എന്താണ്? ഒരു ഹ്യൂജ് ടസ്കർ, ഒരു ഭയങ്കരൻ കൊമ്പൻ വരികയായിരുന്നു എന്നുള്ള കാര്യം സലിം അലി പറയുന്നു. അപ്പൊ ഇറ്റ് വാസ് എ ഹ്യൂജ് ടസ്കർ, ഇതാണ് നമ്മുടെ ആൻസർ. ഹ്യൂജ് ടസ്കർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ ഹ്യൂജ് ടസ്കർ എന്ന് ആൻസർ വരണമെന്നുണ്ടെങ്കിൽ നോക്കുക, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരേണ്ടത്? വാട്ട് വാസ് ഇറ്റ്? അങ്ങനെ ചോദിച്ചാൽ മതി. എന്തായിരുന്നു അത്? ഇറ്റ് വാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു അത് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് വാസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബിയുടെ ഉത്തരം ഇതാണ്, വാട്ട് വാസ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. ഒമർ റോൾഫ് പറയുന്നു, എ ടസ്കർ, ഒരു കൊമ്പനോ? താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ഐ എസ്കേപ്ഡ് ഇറ്റ്, ഞാൻ രക്ഷപ്പെട്ടല്ലോ അതിൽ നിന്നല്ലേ. വുഡ് യു മൈൻഡ് ഡാഷ്. അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വുഡ് യു മൈൻഡ്. ഈ വുഡ് യു മൈൻഡ് വന്നാൽ അതിനുശേഷം ഏത് വെർബ് ചേർക്കണം? ചേർക്കേണ്ട വെർബ് ING വെർബാണ്. അപ്പോൾ ING വെർബ് ചേർത്ത് യോജിക്കുന്ന രീതിയിൽ എഴുതി കൊടുക്കുക. അതിന് താഴെ സലിം അലി പറയുന്ന മറുപടി എന്താണ്? നോട്ട് വെരി ക്ലോസ്, വളരെ അടുത്തല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇൻ ഫാക്ട്, വാസ്തവത്തിൽ അല്ലെ സത്യത്തിൽ, ദ പുവർ എലിഫന്റ് ഡിഡിന്റ് ഈവൻ നോട്ടീസ് അവർ പ്രസൻസ്. ആ പാവം പിടിച്ച ആന നമ്മുടെ സാന്നിധ്യം പോലും ശ്രദ്ധിച്ചില്ല. നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും ആന ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. അത് നോട്ട് വെരി ക്ലോസ്, വളരെ അടുത്തല്ലായിരുന്നു എന്ന് കൂടി പറയുന്നു. അപ്പോൾ എങ്ങനെ ആ വുഡ് യു മൈൻഡ് ചേർത്തുള്ള ഭാഗം വരും? വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ING വെർബാണ് വേണ്ടത്. അപ്പോൾ വുഡ് യു മൈൻഡ് അർത്ഥം എന്ന് പറയുന്നത് വിരോധമുണ്ടോ? നിങ്ങൾക്ക് വിരോധമുണ്ടോ? നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നോട് പറയുന്നതിൽ? അത് എവിടെയായിരുന്നു? ആന എവിടെയായിരുന്നു എന്ന് എന്നോട് പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ആ രീതിയിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? പറയുക എന്നുള്ളതിന് വാക്കെന്താണ്? ടെൽ ആണ്. ടെൽ മീ, എന്നോട് പറയുക. ഇവിടെ വുഡ് യു മൈൻഡിന് ശേഷം ചേർക്കുമ്പോൾ
ടെല്ലിങ് മീ എന്നാക്കാം നമുക്ക്. ING വെർബ് ചേർത്ത് ടെല്ലിങ് ING വെർബ് ആക്കണം. അങ്ങനെ ടെല്ലിങ് മീ, എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? ആന എവിടെയായിരുന്നു? അതെവിടെയായിരുന്നു? വെയർ ഇറ്റ് വാസ്. വെയർ ഇറ്റ് വാസ്, അത് എവിടെയായിരുന്നു എന്ന് എന്നോട് പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ആ രീതിയിൽ വരും. അപ്പോൾ അതിന് ഉത്തരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒമർ റോൾഫ് എന്താണ് പറയുന്നത്? മേ ബി ഐ വുഡ് റാദർ യു ഡാഷ്. ഐ വുഡ് റാദർ യു. ഈ ഐ വുഡ് റാദർ എന്ന് പറഞ്ഞാൽ ഐ വുഡ് പ്രിഫർ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, അല്ലെ ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ ഇവിടെ ഐ വുഡ് റാദറിന് ശേഷം ഒരു യു കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വുഡ് റാദറിൻ്റെ എക്സാമ്പിൾ റാദറിന് ശേഷം ബേസ് ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ചേർത്തുള്ള എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, ഐ വുഡ് റാദർ കഴിഞ്ഞ് യു എന്നൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഐ വുഡ് റാദർ കഴിഞ്ഞ് ഒരു സബ്ജക്റ്റ് വന്നാൽ അതിനുശേഷം പറയുന്ന വെർബ് പിന്നെ V2 ആയിരിക്കണം എന്നുള്ളതാണ് ഗ്രാമറിലെ നിയമം. അപ്പോൾ നമുക്കിവിടെ ശരിക്കും വരേണ്ടത് V2 ആണ്. V2 വെച്ച് നമുക്ക് എഴുതി കൊടുക്കാം. എന്താണ് അവിടെ എഴുതേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അതിൻ്റെ മറുപടി കൂടെ നോക്കാം. സലിം അലി പറയുന്നു ഷുവർ ഐ വിൽ വാൺ യു. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വാണിംഗ് തരാം, ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരാമെന്നാണ്. അപ്പോൾ എന്താണ് ഒമർ റോൾഫ് പറയേണ്ടത്? ഇങ്ങനെയാണ്, ഐ വുഡ് റാദർ, എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, നിങ്ങൾ എനിക്ക് വാണിംഗ് തരണം അടുത്ത തവണ എന്നായിരിക്കണം പറയേണ്ടത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഐ വുഡ് റാദർ കഴിഞ്ഞാൽ യു, സബ്ജക്റ്റിന് ശേഷം V2 ആണ് വേണ്ടത്. യു വോണ്ട്, വോൺ ചെയ്യുക, അതിൻ്റെ V2 വോണ്ട് എന്ന് വേണം. വോണ്ട് മീ, എനിക്ക് വാണിംഗ് തരണം. എപ്പോഴാണ്? നെക്സ്റ്റ്, അടുത്ത തവണ, നെക്സ്റ്റ് ടൈം. ഇപ്പോൾ വോൺ മീ നെക്സ്റ്റ് ടൈം, അടുത്ത തവണ എനിക്ക് വാണിംഗ് തരണം നിങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ഐ വുഡ് റാദർ യു വോൺ മീ നെക്സ്റ്റ് ടൈം. ഇനി സലിം അലിയുടെ മറുപടി നമ്മൾ കണ്ടു. ഷുവർ ഐ വിൽ വോൺ യു. ദ ജംഗിൾ ലൈക്സ് ടു സർപ്രൈസസ് വിത്ത് സച്ച് പെരിൽസ്. അല്ലേ, കാടിന് ഇഷ്ടമാണ് നമുക്ക് സർപ്രൈസ് തരാൻ ഇത്തരത്തിലുള്ള പെരിൽസ് മീൻസ് ഡേഞ്ചേഴ്സ്, അപകടങ്ങൾ കാണിച്ചു തന്നുകൊണ്ട്. വെൻ വി ലീസ്റ്റ് എക്സ്പെക്ട് ഇറ്റ്, അതും നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ, തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ ഇത്തരത്തിലുള്ള സർപ്രൈസുകളൊക്കെ, അപകടങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് കാട് നമുക്ക് കാണിച്ചു തരാറുണ്ട് എന്ന് സലിം അലി പറയുന്നു. ഇനി അതിൻ്റെ മറുപടിയായിട്ട് ഒമർ റോൾഫ് പറയുന്നു ഇറ്റ് ഡസ്. അതങ്ങനെ, അത് ചെയ്യാറുണ്ട്, ശരിയാണ്, കാട് അങ്ങനെ ചെയ്യുന്നു. ഇഫ് ബേർഡ് വാച്ചിങ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്, ബേർഡ് വാച്ചിങ് ഇതുപോലെ തുടർന്നാൽ ഡാഷ്. ഇവിടെ ഇഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണിത്? ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ആണ് ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ക്ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വെർബ് നോക്കുക. വെർബ് എന്താണ് ഇവിടെ? കണ്ടിന്യൂസ്, അതായത് V1 ആണ്. ഇവിടുത്തെ വെർബ് V1 ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലോസ് വില്ലോ, ഷാലോ, ക്യാനോ, മേയോ, മസ്റ്റോ ഒക്കെ വെച്ച് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതിനു മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐ വുഡ് റാദർ കഴിഞ്ഞുള്ള ഡാഷിന്റെ ഭാഗത്തും ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് അബദ്ധം പറ്റിയതാണ് എന്നാണ് തോന്നുന്നത്. അവിടെ അത് ശരിയാകില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു, അത് ശരിയാകില്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്കൊരു നോർമൽ സെന്റൻസ് എഴുതാം, എന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. ഇഫ് ക്ലോസിനകത്ത് നോക്കുക, ഇഫ് ക്ലോസിനകത്ത് V1 വന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്ലോസ് ആണ് നമ്മളിപ്പോൾ എഴുതേണ്ടത്. അത് നമുക്ക് വില്ലോ, ഷാലോ, ക്യാനോ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനുശേഷം വെർബിന്റെ ബേസ് ഫോം വെച്ച് എഴുതിയാൽ മതി, ഇൻഫിനിറ്റീവ് വെച്ച് എഴുതിയാൽ മതി. എന്നിട്ട് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഫ് ബേർഡ് വാച്ചിങ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്, ബേർഡ് വാച്ചിങ് ഇതുപോലെ തുടർന്നാൽ നമുക്ക് ഇനിയും വേറെ മൃഗങ്ങളെ കാണേണ്ടി വരും, അല്ലെ നമുക്ക് മറ്റു മൃഗങ്ങളെയും കാണേണ്ടി വരും. അങ്ങനെയാണ് ഒമർ റോൾഫ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കുക, നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു വില്ലോ, ഷാലോ, ക്യാനോ ഒക്കെ വെച്ച് എഴുതുക എന്ന് പറഞ്ഞു. വി വിൽ സീ, നമുക്ക് കാണാൻ കഴിയും. വില്ല് കഴിഞ്ഞ് ബേസ് ഫോം ചേർക്കുക, സീ ചേർക്കുന്നു. അതർ ആനിമൽസ്, മറ്റ് മൃഗങ്ങളെ, അതർ ആനിമൽസ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ, ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെയുണ്ട്, ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഓക്സിലിയറി വെർബിനെ, വിൽ എന്ന ഓക്സിലിയറി വെർബിനെ തുടക്കത്തിലേക്ക് കൊണ്ടുപോയാൽ മതി, ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ മതി. നമുക്കപ്പോൾ നോക്കാം എങ്ങനെ വരും. വിൽ വി സീ
അതർ ആനിമൽസ്. മറ്റ് മൃഗങ്ങളെയും നമ്മൾ കാണുമോ എന്നുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റാം, ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ കാര്യം. നോർമൽ ഒരു ക്ലോസ് എഴുതുക, അതിൻ്റെ ഓക്സിലറി വെർബിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയി മാറും. ഇത്രയേ ഉള്ളൂ കാര്യം. ഉടനെ സലിം അലി പറയുന്നു ഇൻഡീഡ് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ത്രില്ലിംഗ്. തീർച്ചയായിട്ടും വളരെ ത്രില്ലിംഗ് ആയിരിക്കുമെന്ന്. ഉടനെ ഒമർ റോൾഫ് പറയുന്നു ത്രില്ലിങ്ങോ അഡ്വഞ്ചറസ് റാദർ. ശരിക്കും അങ്ങനെയല്ല, അഡ്വഞ്ചറസ് ആയിരിക്കും, കൂടുതൽ സാഹസികമായിരിക്കുമെന്നാണ് ഒമർ റോൾഫിന്റെ അഭിപ്രായം. ഇതാണ് ഈ കോൺവെർസേഷൻ ഫിൽ ചെയ്യാനുള്ള ഈ ഗ്രാമർ ഭാഗങ്ങളുടെ ആൻസേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്